ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളെന്ന 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 72-ലെ 6ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. 6, 7, 8. 6ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 20 വരെ. 1 + 2 + 3 + up to 20. അപ്പൊ നമുക്ക് സം കാണാൻ 2 ഫോർമുലകളുണ്ട് അല്ലേ? അപ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 20th ടേം 20, n എന്ന് പറയുന്നത് എത്ര? 20. ഇവിടെ നമുക്ക് കൊടുക്കാം 20/2 ഇൻറ്റു 1 + 20. 20/2 is 10. 10 ഇൻറ്റു 21 = 210. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇതിനകത്ത് ഒരു പാർട്ട് കൂടെ ഉണ്ട്. ആ പാർട്ട് നമുക്ക് ചെയ്യാം. 6ാമത്തെ രണ്ടാമത്തെ പാർട്ട്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. കാൽക്കുലേറ്റ് ഓൾസോ ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അതായത് എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യാശ്രേണിയിലെ 20 പദങ്ങളുടെ തുക കാണുക. കൂടാതെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. ഇതാണ് നമ്മളെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾസ് വരുന്നത് അല്ലെ? 1 5 5, 2 5 10, 3 5 15, 4 5 20. അപ്പം ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 5 അങ്ങ് എഴുതാം. എത്ര? 5, 10, 15 ഇങ്ങനെ പോകും. അങ്ങനെ എത്ര ടേംസ്? 20 ടേംസ്. നമുക്ക് 20 ടേംസ്. ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ പോരെ? ആഡിങ് 1. അതായത് എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 5 തന്നെ ആയിരിക്കും. ആഡിങ് 1, ഇതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ +1. ഇപ്പൊ എത്ര? എല്ലാത്തിന്റെ കൂടെ 1 കൂട്ടുക. അപ്പം 6, 11, 16 ഇങ്ങനെ പോയിട്ട് നമുക്ക് എത്രയാ? 20 ടേംസാ വേണ്ടത് അല്ലേ? ഈ 20 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഏത് ഫോർമുല? Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. അല്ല വേറൊരു ഫോർമുലയും ഉണ്ട്. ഇതിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. n എത്ര? 20 പദങ്ങൾ അല്ലെ? ഇതിന്റെ അകത്ത് x1 നമുക്കറിയാം. x1 എത്ര? 6. എന്നാം പദം എന്ന് പറയുന്നത് 20 ആണ്. x20 നമുക്കറിയോ? ഇല്ല. x20 നമുക്ക് കണ്ടുപിടിക്കണം. d എത്ര? മൾട്ടിപ്പിൾസ് ഓഫ് 5 ആൻഡ് ആഡിങ് 1. ഇപ്പോഴും കോമൺ ഡിഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പൊ d = 5. ഇനി നമുക്ക് x20 കാണണം. n എത്ര? 20 ടേംസ്. അതുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. എന്നിരുന്നാലും എഴുതാം. n = 20. ഇനി x20 എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാം. അല്ല, ഇവിടെ തന്നെ എഴുതാം. x20 = ഫസ്റ്റ് ടേം പ്ലസ് 19d. 19 times common difference added to first term gives 20th term. 19 times common difference added to first term gives 20th. 1 + 19. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1 എന്ന് പറയുന്ന ആദ്യ പദത്തിന് പോകും. പിന്നെ 19. 20 നിന്ന് 1 പോയാൽ 19. 19d. 1, 19, 20. ഇനി d നമുക്കറിയാം. എല്ലാം നമുക്കറിയാം. നമുക്ക് ഇനി x20 കാണാം. x20 =
എ അല്ലെങ്കിൽ x1 പ്ലസ് 19d. ഓക്കെ, 19ഉം 1ഉം 20. ആദ്യത്തെ ഫസ്റ്റ് ടേം, പിന്നെ 19 കോമൺ ഡിഫറൻസ്, 19 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡഡ് ടു ഫസ്റ്റ് ടേം ഗീവ്സ് 20th ടേം. ഇതിൽ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാ അല്ലേ? x1 എന്ന് പറയുന്നത് 6, 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 95 പ്ലസ് 6 101 എന്ന് കിട്ടും. 20th ടേം ഈസ് 101. അപ്പം S20 ടേംസിന്റെ സമ്മാണ് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 20th ടേം, ദാറ്റ് ഈസ് 101. നമുക്ക് 101 ആണ് ആൻസർ ഇവിടെ 20th ടേം വരുന്നത്. എത്ര? 20/2 ഈസ് 10. 101 ഇൻറ്റു 6 അല്ല, നോട്ട് ഇൻറ്റു 101 പ്ലസ് 6 107 ഈക്വൽസ് 1070. അപ്പൊ സം ഓഫ് 20 ടേംസ് കിട്ടി, നമുക്ക് 1070 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? Sn, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. Sn ഇസ് ഈക്വൽ ടു, അതിന് നമ്മൾ xnൽ പോകാം. എങ്ങനെ പോകാം? xn വഴി പോകാം. xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അതായത് an പ്ലസ് b എന്നുള്ള ആ ഫോം. a എന്ന് പറയുന്നത് d, b എന്ന് പറയുന്നത് f മൈനസ് d. ഞാൻ ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. ഈക്വൽസ് d എത്ര? 5n പ്ലസ് f മൈനസ് d 6 മൈനസ് 5. എന്ത് കിട്ടും? 5n പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ xn എത്ര കിട്ടും? 5n പ്ലസ് 1 എന്ന് കിട്ടും. ഇനി നമുക്ക് Sn ആണ് കാണേണ്ടത്, സം ഓഫ് n ടേംസ്. ഇനി Sn കണ്ടുപിടിക്കണം, സം ഓഫ് n ടേംസ്. നമ്മൾ ആദ്യം ഉപയോഗിച്ച ഫോർമുലയിൽ തന്നെ ചെയ്യാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്നിന്റെ സ്ഥാനത്ത് n തന്നെ, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം നമുക്ക് അറിയാം 6 പ്ലസ് x എന്താ നമ്മൾ കണ്ടുപിടിച്ച ഇത് തന്നെ അവിടെ കൊടുക്കാം, 5n പ്ലസ് 1 ഈക്വൽ ടു n/2 ഇൻറ്റു 6 പ്ലസ് 1 7 പ്ലസ് 5n. എന്നുണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ നിന്ന് ഹാഫ് ആയിട്ട് എടുക്കാം പുറത്ത്, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത 7n ഇൻറ്റു 7 ഇൻറ്റു n/2, ദാറ്റ് ഈസ് 7n/2 പ്ലസ് 5n സ്ക്വയർ, n ഇൻറ്റു n സ്ക്വയർ, 5n ഇൻറ്റു n ഈസ് 5n സ്ക്വയർ ബൈ 2. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. സെക്കൻഡ് ഡിഗ്രി മുന്നിൽ വരാം. 5n സ്ക്വയർ പ്ലസ് 7n ഡിനോമിനേറ്റർ 2 ഹോൾ ബൈ 2. ഇതാണ് സം ഓഫ് n. ഏഴാമത്തെ ചോദ്യം, how much more is the sum of first 25 terms of the arithmetic sequence 15, 21, 27 dash dash than the sum of first 25 terms of the arithmetic sequence 7, 13, 19 dash dash. അതായത് ചോദ്യം മനസ്സിലായോ? 7, 13, 19 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 15, 21, 27 ഡാഷ് ഡാഷ് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക? അതായത് ഈ രണ്ട് ശ്രേണി നമുക്ക് തന്നു. ഈ രണ്ട് ശ്രേണിയിലെയും 25 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ശ്രേണി എഴുതാം. ഇതിന്റെ എത്ര? 25 പദങ്ങൾ, 25 ടേംസിന്റെ സമ്മും 15, 21, 27 ഡാഷ് ഡാഷ് 25 ടേം, 25 ടേംസിന്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? തീർച്ചയായിട്ടും വ്യത്യാസം കാണും അല്ലേ? ഇവിടെ 7, ഫസ്റ്റ് ടേം 7, ഇവിടെ 15. പക്ഷെ ഞാനൊരു ഈസി മെത്തേഡ് പഠിപ്പിച്ചു തരാം. ഇത് ചെയ്താലും മാർക്ക് കിട്ടുന്നതായിരിക്കും.
7ഉം 15ഉം ഡിഫറൻസ് എത്ര? 15 മൈനസ് 7 എത്ര? 8. 21 മൈനസ് 13 എത്ര? 8. ഫസ്റ്റ് ടേംസ്, സെക്കൻഡ് ടേംസ്, തേർഡ് ടേംസ്. 27 മൈനസ് 19 എത്ര? 8. ഇങ്ങനെ എത്ര 8കൾ കിട്ടും? നമുക്ക് 25 എണ്ണം കിട്ടല്ലേ? അപ്പൊ ഡിഫറൻസ് ഓഫ് 25 terms equals 25 into 8 equals 200. ചോദ്യം വലുത്, ആൻസർ എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇതാണ് എളുപ്പത്തിൽ കിട്ടുന്ന മാർഗം. ഇനി ഫോർമുല ഉപയോഗിച്ചുള്ള മാർഗം കൂടി കാണിച്ചു തരാം. രണ്ട് സീക്വൻസും എഴുതാം. 7, 13, 19, 20 terms, 15, 21, 29, 20 terms. ഈ രണ്ട് സീക്വൻസിലും പ്രത്യേകം നോക്കിക്കേ, 20 അല്ല 25. നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും സെയിം. ഇവിടെ നോക്കിക്കേ, 13 മൈനസ് 7. അപ്പം n is equal to 20, d is equal to 13 minus 7, 6. രണ്ടാമത്തേല് എന്താണ്? d is equal to 21 minus 15 equals 6. രണ്ടാമത്തേലും n എത്ര? 20. ഇത് ഫസ്റ്റ് സീക്വൻസ്, ഇത് സെക്കൻഡ് സീക്വൻസ്. നോക്കിക്കേ, അപ്പം നമ്പർ ഓഫ് ടേംസും 20 അല്ല 25. 25 നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും രണ്ടും ഈക്വൽ ആയി, രണ്ട് ശ്രേണിയിൽ, രണ്ട് സീക്വൻസിലും. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. സം ഓഫ് 25 ടേംസ് S25. ആദ്യം എസ്ന്റെ ഫോർമുല ചെയ്താൽ Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം നമുക്കറിയാം, പക്ഷെ 25th ടേം അറിയോ? ഇല്ല. നമുക്ക് രണ്ട് സീക്വൻസിലേയും ചെയ്യാം. ഇത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സീക്വൻസില് കാണാൻ പോവാണ്. അപ്പൊ അതില് എന്താണ്? 25th ടേം ഇല്ല. x1 is equal to 7, x25 equals x1 plus 24d അല്ലെ? 24 1 25. d അറിയാം. x1 എത്ര? 7 plus 24 into d എത്ര? 6. എത്ര കിട്ടും? 7 plus 24 into 6. 6 4 24, 6 144, 7 151. അപ്പം ആദ്യത്തെ സീക്വൻസിന്റെ 25th ടേം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ കൊടുത്താൽ പോരെ? S25 equals 25/2 അല്ലെങ്കിൽ പുറത്തോട്ട് ചെയ്യാം. S25 equals 25/2 into ഫസ്റ്റ് ടേം 7 plus 25th term 151 equals 25/2 into 158. 51 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 2s 14, 9 2s 18. 79 into 25 എത്ര കിട്ടും? 79 into 25 5 35 4 39 9 2 18 14 1 15 5 7 9 1975 എന്ന് കിട്ടും. ഈക്വൽസ് 25 into 79 equals 1975. 1975 ഇതാണ് ഫസ്റ്റ് സീക്വൻസിന്റെ സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സീക്വൻസിന്റെ കാണാം. ഇനി സെക്കൻഡ് സീക്വൻസിന്റെ x25 കാണാം.
x25 equals x1 plus 24d. First term എത്ര? 20, 15. 15 plus 24 into d, 6 equals 15 plus 144 equals 1, 9, 159. നോക്കിക്കേ 159 നമുക്ക് കിട്ടി. നേരത്തെ 159, 51. അപ്പൊ ഇതിന്റെ കൂടെ 8 കൂട്ടിയപ്പോഴല്ലേ 59 കിട്ടിയത്. അപ്പൊ അങ്ങനെയും മനക്കണക്കായിട്ട് നമുക്ക് ആൻസർ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ഇനി SN കാണാം, S25 കാണാം. S25 equals 25 by 2 into x1. ഫസ്റ്റ് ടേം എത്ര? സെക്കൻഡ് സീക്വൻസ് ആണ്, തെറ്റിപ്പോയത്. 15 പ്ലസ് xn 25th ടേം 159. ഞാൻ ഇങ്ങോട്ട് മേളോട്ട് എഴുതി, ഇവിടെ മായ്ച്ചു. 174. 2 ടൈംസ് കട്ട് ചെയ്യാം. S25 ആണ്. നമ്മൾ ഇവിടെ ചെയ്തതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് എഴുതുന്നത്. ഇത്ര കിട്ടും? 2, 16, 7. 87 into 25. 87 into 25. 40, 43. 2175. എത്രയാ? 25 into 87 equals 2175. ഇതാ ഇത് 2175, ഇത് 1975. ഡിഫറൻസ് എത്ര? 200. നേരത്തെ ഈ ഫോർമുല ഒന്നും ഇല്ലാതെ ഞാൻ ആൻസർ കാണിച്ചു തന്നില്ലേ? അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പവും ടൈം സേവിങ്. ഡിഫറൻസ് ഈക്വൽസ് ഡിഫറൻസ് ബിറ്റ്വീൻ the sums. 2175 minus 1975 എത്ര കിട്ടും? 200 കിട്ടും അല്ലേ? ഈക്വൽസ് 200. നേരത്തെ ഈ ആൻസറിലെ ഞാൻ പറഞ്ഞു തന്നത് ഈക്വൽസ് 200. പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് 200. എട്ടാമത്തെ ചോദ്യം. The 10th term of an arithmetic sequence is 50 and 21st term is 75. Calculate the sum of 30 terms of this sequence. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 50ഉം 21ാം പദം 75ഉം ആയാൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണുക. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. ചോദ്യത്തില് x10 തന്നിട്ടുണ്ട് അല്ലെ? 10th term എത്ര? 50. 21st term 75. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ SN is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ n എത്രയാണ്? 30 അല്ലെ? അങ്ങനെയാണ് ഇത് എങ്ങനെ മാറും ഈ ഫോർമുല? S30 equals 30/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നോക്കിക്കേ, ഇങ്ങനെയാ മാറും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ പഠിച്ച കാര്യമാണ്. 2, 4, 6, 8, 10, 12. ഇത് x1, x2, x3, x4, x5, x6. നോക്കിക്കേ, x1 plus x6 എത്ര വരും? 2 plus 12 എത്ര? 14. x2 plus x5 എത്ര വരും? ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ്. 4 plus 10 എത്ര? 14. ഇവിടെ എന്താണ് ഡിഫറൻസ്? ഇവിടെ ടേംസ് കൂടുന്നു, ഇവിടെ കുറയുന്നു. ടേമിന്റെ പൊസിഷൻ ആണ് കേട്ടാ. ഇവിടെ പൊസിഷൻ കൂടുന്നു, ഇവിടെ പൊസിഷൻ കുറയുന്നു. x3 plus x4, 6 plus 8 എത്ര? 14. ഈ നമ്മള് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? 6 ഉം 1 ഉം 7.
5ഉം 2ഉം 7, 3ഉം 4ഉം 7. ഇത് പൊസിഷനാണ്. ഈ പൊസിഷന്റെ എല്ലാം സം എന്ന് പറയുന്നത് 7. അതിന്റെ എല്ലാം ടോട്ടൽ സം എന്ന് പറയുന്നത്, ഇത് പൊസിഷന്റെ സം, ഇത് ടേമിന്റെ സം. അപ്പൊ പൊസിഷൻ സമ്മും ടേം സമ്മും ഇവിടെ ഈക്വൽ ആയിട്ട് വന്നിരിക്കുക. അതുപോലെ ഇവിടെ നോക്കിക്കേ 10ഉം 21ഉം എത്ര? 31. ഇവിടെ നോക്കിക്കേ 30ഉം 1ഉം 31. x1 പ്ലസ് x30ക്ക് പകരം 50 പ്ലസ് 75 എന്ന് എഴുതിയാ പോരെ? രണ്ടും ശരിയാണ് അല്ലെ? ഇത് ഈ ഉദാഹരണമാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. x30 ഈക്വൽ x1 പ്ലസ് x30ക്ക് പകരം 50 പ്ലസ് 75 എന്ന് കൊടുക്കാം. കാരണം എന്താണ്? 10ഉം 21ഉം 31, 30ഉം 1ഉം 30 ഈക്വൽസ് s30 ഈക്വൽസ് 30/2, 15 into 50 plus 75 equals 15 into 125. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1875. ഓക്കെ, അപ്പം 30 ടേമിന്റെ സം നമുക്ക് കിട്ടി. ഇതാണ് 8ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഇവിടെ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. 6, 7, 8 ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഈ ലെസൺ ഇതോടെ തീർന്നിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പുതിയൊരു ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.